ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ദ ചെയിൻ ഓഫ് ലൈഫ്, ഇതിൽ നമ്മൾ ഇങ്ങനെ ഒരു പിക്ചർ കാണാം അല്ലേ. ഈ പിക്ചറിൽ എന്താണ്, കുറേ ജീവികൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഒരുപാട് ജീവികൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? ഫ്രോഗ് കാണുന്നുണ്ട് അല്ലേ, ഫ്രോഗ് കാണുന്നുണ്ട്. പിന്നെ ഗ്രാസ് ഹോപ്പർ കാണുന്നുണ്ട്. നെക്സ്റ്റ് ക്രാബ് കാണുന്നുണ്ട്. ടേർട്ടില്, സ്നേക്ക്, പിന്നെ ക്രൗ, ഡ്രാഗൺ ഫ്ലൈ, ഫിഷ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഡൗൺ ദ ക്രിയേച്ചേഴ്സ് സീൻ ഇൻ ദ പിക്ചർ. നിങ്ങൾ പിക്ചറിൽ കണ്ട ജീവികളുടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫ്രോഗ്, ഗ്രാസ് ഹോപ്പർ, ടേർട്ടിൽ, സ്നെയില്, വാട്ടർ സ്നേക്ക്, ക്രൗ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. വിച്ച് ഓഫ് ദീസ് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പ്ലാന്റ്സ്? പ്ലാന്റ്സ് തിന്നുന്ന എന്താണ്? ഫീഡ് ഓൺ പ്ലാന്റ്സ് ഏതൊക്കെയാണ്? സ്മോൾ ഫിഷസ്, ചെറിയ ചെറിയ മീനുകൾ. പിന്നെ നമുക്ക് എന്താ എഴുതാം? ഗ്രാസ് ഹോപ്പർ എഴുതാം. പ്ലാന്റ്സ് വിഭാഗത്തിൽ പെടുന്നത് ഗ്രാസ് ഹോപ്പർ എഴുതാം. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന എന്താണ്? ടേർട്ടിൽ ആണ്, ടേർട്ടിൽ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വിച്ച് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്? സ്മോൾ ഫിഷസ് കഴിക്കുന്നത് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്? ക്രാബ് കഴിക്കും സ്മോൾ ഫിഷസ്. പിന്നെന്താ കഴിക്കുക? ഫ്രോഗ്. ഓക്കെ, സ്മോൾ ഫിഷസ്. പിന്നെ ക്രെയിന്, കൊക്ക്. ഓക്കെ, ക്രെയിന് കഴിക്കും. പിന്നെന്താണ്? ക്രൗ, കാക്ക. പിന്നെ വാട്ടർ സ്നേക്ക്. ഓക്കെ, നോക്കൂ, ഇവിടെ നമ്മള് കണ്ടല്ലോ. ക്രെയിൻസ് ഫീഡ് ഓൺ ഫിഷസ്. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ ബൈ ആഡിങ് അതർ ക്രിയേച്ചേഴ്സ് ഇൻ ദ ഫീൽഡ്. ഇപ്പൊ പ്ലാന്റിൽ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്ലാന്റ് എന്തൊക്കെ കഴിക്കും? സ്മോൾ ഫിഷ് കഴിക്കും, പിന്നെ വോംസ് കഴിക്കും. പിന്നെ നമുക്ക് ഒന്നും കൂടി ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. എന്താണ്? സ്നെയിൽ കഴിക്കും. ഓക്കെ, പ്ലാന്റ് ഇവരൊക്കെ കഴിക്കുന്നതാണ്, സ്നെയിൽ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, പ്ലാന്റ് സ്മോൾ ഫിഷിനെ കഴിക്കും. ഈ സ്മോൾ ഫിഷിനെ ആര് കഴിക്കും? ലാർജ് ഫിഷ് കഴിക്കും. ലാർജ് ഫിഷിനെ ആര് കഴിക്കും? ക്രെയിൻ കഴിക്കും. നെക്സ്റ്റ് സ്നെയിൽ നമ്മൾ പറഞ്ഞു. അതേപോലെ സ്മോൾ ഫിഷിനെ ഫ്രോഗ് കഴിക്കും. ഫ്രോഗിന് എന്ത് കഴിക്കും? ക്രെയിന് കഴിക്കും. ഓക്കെ, ഇനി പ്ലാന്റിനെ വോം കഴിക്കും. വോമിനെ ആര് കഴിക്കും? ഫ്രോഗ് കഴിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? ലിങ്ക്ഡ് ടുഗദർ ആണ്. ഓക്കെ, ഡിയർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ, പ്ലാന്റ് ഈറ്റിംഗ് ക്രീച്ചേഴ്സ്. അതായത് പ്ലാന്റ് മാത്രം തിന്നുന്ന വെജിറ്റേറിയൻസ് ആണ് ആരൊക്കെ? ഡിയർ, അതായത് മാന്, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ. ഓക്കെ, ഇനി പ്ലാന്റിന് മാത്രം കഴിക്കുന്നതാണ് മാന്, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ. ഇനി ഈ മാനിനെ ആര് കഴിക്കും? ലയണ് കഴിക്കും. ഓക്കെ, പിന്നെ ആര് കഴിക്കും? റാബിറ്റിന് ആര് കഴിക്കും? ഫോക്സ് കഴിക്കും അല്ലേ. പിന്നെ ഗ്രാസ് ഹോപ്പറിന് ആര് കഴിക്കും? ഫ്രോഗ് കഴിക്കും. അപ്പോൾ സ്നേക്ക് കഴിക്കും. അപ്പൊ നമുക്ക് ഫുഡ് ചെയിൻ ഒന്ന് എഴുതിയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വരും ഫുഡ് ചെയിൻ എഴുതാൻ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം പ്ലാന്റ്. ഓക്കെ, പ്ലാന്റിനെ കഴിക്കുന്നത് ആരാണ്? ഗ്രാസ് ഹോപ്പർ. വെജിറ്റേറിയൻ ആണ് ഗ്രാസ് ഹോപ്പർ. പ്ലാന്റിനെ കഴിക്കും. ഓക്കെ, ഗ്രാസ് ഹോപ്പറിന് ആര് കഴിക്കും? ഹെന്ന് കഴിക്കും അല്ലെ, കോഴി കഴിക്കും. ഹെന്നിനെ ആര് കഴിക്കും? ഫോക്സ് കഴിക്കും. അപ്പൊ ഇതൊരു ഫുഡ് ചെയിൻ ആണ്. എങ്ങനെയാണ്? പ്ലാന്റ്, ഗ്രാസ് ഹോപ്പർ, ഫോക്സ്. ഇനി നമുക്ക് അടുത്തൊരു ഫുഡ് ചെയിൻ എഴുതാം. എന്തെഴുതാം? പ്ലാന്റിന് ആര് കഴിക്കും? വോം കഴിക്കും. ചെറിയ വോംസ് കഴിക്കും. വോംസിന് ആര് കഴിക്കും? പക്ഷികൾ കഴിക്കും. പക്ഷിനെ ആര് കഴിക്കും? സ്നേക്ക് കഴിക്കും. ഓക്കെ, സ്നേക്കിന് ആര് കഴിക്കും? ഈഗിള് കഴിക്കും. ഓക്കെ, ഇങ്ങനെയാണ് വേറൊരു ഫുഡ് ചെയിന്. ഇനി അടുത്ത വേറെ നോക്കാം. ക്യാരറ്റ് ഒരു പ്ലാന്റ് ആണല്ലേ. അതാരാ കഴിക്കുന്ന ആള്? നമുക്കറിയാം, റാബിറ്റ് ആണ്. ക്യാരറ്റിന് ആര് കഴിക്കും? റാബിറ്റ്. ഓക്കെ, റാബിറ്റിന് ആര് കഴിക്കും? ഫോക്സ് കഴിക്കും. ഫോക്സിന് ആര് കഴിക്കും? ലയൺ കഴിക്കും. ഇങ്ങനെ ഒരുപാട് ഫുഡ് ഹാബിറ്റ് ഉണ്ട്. ഇതിനെ നമ്മൾ പറയുന്ന ഫുഡ് ചെയിൻ ആണ് അല്ലേ. ഫുഡ് ചെയിൻ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെയിൻ മൂലം അവർ ബന്ധിപ്പിച്ചിരിക്കുന്നല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു പോയിന്റ് ആണ് പ്ലാങ്ക്ടൺ. പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാങ്ക്ടൺ ആർ സ്മോൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ്. വെള്ളത്തിൽ വളരുന്നതാണ് പ്ലാങ്ക്ടൺ. ദേ ആർ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഹാബിറ്റാറ്റ് സിസ്റ്റം ഓഫ് ഓഷ്യൻ.
ഓക്കെ, അവർ പ്രൊഡ്യൂസേഴ്സ് ആണ് പ്ലാങ്ക്ടൺസ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഓർഗാനിസം ഷാർക്കാണ്. ഷാർക്കിന്റെ ഫുഡ് എന്താണ്? സ്ക്വിഡ്, ഫിഷസ്, സീ ടേർട്ടിൽ. സാർഡിൻ, സ്മോൾ ഫിഷസ്, പ്ലാങ്ക്ടൺ. സീ ടേർട്ടിൽ, പ്ലാന്റ് പാർട്ടിൽ, സ്മോൾ ഫിഷസ്, പ്ലാങ്ക്ടൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോ എക്സിസ്റ്റന്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് പ്ലാങ്ക്ടന് സ്മോൾ ഫിഷസ് കഴിക്കും, സ്മോൾ ഫിഷസിന് ആര് കഴിക്കും? സീ ടേർട്ടിൽ കഴിക്കും. സീ ടേർട്ടിലിന് ആര് കഴിക്കും? സീ ടേർട്ടിലിന് ആര് കഴിക്കും? ഷാർക്ക് കഴിക്കും. അങ്ങനെ ഇതൊരു എന്താണ്? ഒരു വെബാണ്. നമ്മൾ ഫിഷിന്റെ ഒരു ചിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാം അല്ലേ? എന്തൊക്കെ നമ്മൾ കാണും? ഫിഷിൽ പോണ്ടിലാണെച്ചാൽ വാട്ടർ ഉണ്ടാവും അല്ലെ? വാട്ടർ ഉണ്ടാവും. പിന്നെ അവിടെ എന്തുണ്ടാവും? അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ടാവും. പിന്നെ സൺലൈറ്റ് ഉണ്ടാവും, എയർ ഉണ്ടാവും, സ്മോൾ ഫിഷസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്കൊരു പോണ്ടിലെ ലിവിങ് തിങ്സിനെയും നോൺ ലിവിങ് തിങ്സിനെയും ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. അപ്പൊ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ജീവനുള്ള വസ്തുക്കൾ. അതെന്തൊക്കെയാണ്? ജീവനില്ലാത്ത നമുക്ക് ആദ്യം എഴുതാം. എന്തൊക്കെയാണ്? വാട്ടർ ജീവനില്ല, നോൺ ലിവിങ് തിങ്സ് ആണ് വാട്ടർ. പിന്നെ എന്താണ്? സോയില്. പിന്നെ ചെറിയ ചെറിയ പെബിൾസ് ഉണ്ടാവല്ലോ, സ്മോൾ സ്റ്റോൺസ്. ഇതൊക്കെ ജീവനില്ലാത്തവയാണ്. ജീവനുള്ളത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാം. ആദ്യം നമുക്ക് ഫ്രോഗാണ് എല്ലാ എണ്ണത്തിലും ഉണ്ടാവും. എല്ലാ കുളത്തിലും പോയാൽ നമുക്കൊരു ഫ്രോഗ് കാണാം. പിന്നെ പ്ലാന്റ്സ്. പ്ലാന്റ്സ് ഇത് അക്വാട്ടിക് പ്ലാന്റ്സ് ആട്ടോ, ജലത്തിൽ വളരുന്ന പ്ലാന്റ്സ് ആണ് ഉണ്ടാകാം. പിന്നെ സ്മോൾ ഫിഷസ് ഉണ്ടാവും അല്ലെ? ചെറിയ ചെറിയ മീനുകൾ ഉണ്ടാവും. പിന്നെന്താണ്? ടേർട്ടിൽ ഉണ്ടാവും അല്ലെ? ടേർട്ടിൽ ഇല്ലാത്ത കുളം ഉണ്ടാവില്ല. ഇങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. നമുക്ക് അടുത്തത് എന്താണ്? ഹാബിറ്റാറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓരോന്നിനും ഓരോ വസിക്കുന്ന സ്ഥലമുണ്ട്. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ദ എൻവയോൺമെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ കോമ്പണന്റ്. അതായത് നമുക്ക് ജീവിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഉള്ള എൻവയോൺമെന്റിനെയാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് പോൺസ് ഒരു ഹാബിറ്റാറ്റ് പറയാം. അവിടെ പോണ്ടാണെച്ചാൽ അവിടെ എല്ലാം ഉണ്ട്. വെള്ളമുണ്ട്, വായു ഉണ്ട്, തിന്നാനും കുടിക്കാനും ശ്വസിക്കാനും ഒക്കെ ഉണ്ടല്ലേ? അവിടെ ജീവികൾക്ക്, ജലത്തിലെ ജീവികൾക്ക് അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് നമുക്കൊരു ഹാബിറ്റാറ്റിന്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോൺസ് പറയാം. പിന്നെ പാഡി ഫീൽഡ് പറയാം. ഓക്കെ, പാഡി ഫീൽഡ് പറയാം. പിന്നെന്താണ്? നമുക്ക് ലേക്ക് പറയാം, റിവർ പറയാം, ഫോറസ്റ്റ് പറയാം, ഓക്കെ, സീ പറയാം. ഇതൊക്കെ നമുക്ക് ഹാബിറ്റാറ്റിന് ഉദാഹരണമായിട്ട് പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ടല്ലേ? ഇവിടെ ഏതൊക്കെ ഉണ്ട്? ഗ്രാസ് ലാൻഡ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്. പിന്നെ ഗ്രാസ് ലാൻഡ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, മരുഭൂമി ഉണ്ട്, പിന്നെ ഐലൻഡ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഓരോരുത്തരെ ഹാബിറ്റാറ്റ് ആണ്, വസിക്കുന്ന സ്ഥലമാണ്. പിന്നെ പോളാർ റീജിയൻസ് ഉണ്ട്, ഇവിടെ നമ്മൾ ലാസ്റ്റ് കണ്ട നിൽക്കും. ഇനി നമുക്ക് അടുത്ത ഒരു ഫുഡ് കാർഡിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഫുഡ് കാർഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ക്രോ ആണ്. അപ്പൊ കാക്കനെ പറ്റിയിട്ട് നമുക്ക് എന്തെല്ലാം പറയാം? ഫുഡ് എന്താണ്? സ്മോൾ ക്രിയേച്ചേഴ്സ്, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, ഫുഡ് വേസ്റ്റ്, റിമൈൻസ് ഓഫ് ഡെഡ് ഓർഗാനിസം. ഇനി ഗോട്ടിന്റെ ഫുഡ് കാർഡിൽ നമുക്ക് എന്താ എഴുതാം? ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡ് കാർഡ് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം? കാറ്റിന്റെ ഒന്ന് എഴുതി നോക്കാം. കാറ്റിന്റെ ഫുഡ് കാർഡിൽ നമ്മൾ എന്ത് എഴുതുക? ആദ്യം നമ്മൾ ഫുഡ് കാർഡ് എഴുതുമ്പോൾ ജീവിന്റെ പേര് എഴുതുക, ക്രേച്ചർ എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ കാറ്റ് എഴുതുക. കാറ്റിന്റെ ഫുഡ് എന്താ എഴുതണ്ടേ? കാറ്റ് എന്തെല്ലാം ഫുഡ് കഴിക്കും? സ്മോൾ ക്രിയേച്ചേഴ്സിനെ, ചെറിയ ചെറിയ ജീവികളെയൊക്കെ കഴിക്കും. റാറ്റിനെ കഴിക്കും. പിന്നെ ഫുഡ് വേസ്റ്റ് കഴിക്കും. പിന്നെന്താണ്? മീന് കഴിക്കും, ഫിഷ് കഴിക്കും, മീറ്റ് കഴിക്കും. അങ്ങനെയാണ് ഫുഡ് കാർഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേറൊരു ഫുഡ് കാർഡ് ഉണ്ടാക്കിയിട്ട് സ്പിറല്. അപ്പൊ നമ്മൾ ക്രിയേച്ചേഴ്സ് പേര് എഴുതണം, എന്നിട്ട് സ്ക്വിറൽ എന്ന് എഴുതണം, എന്നിട്ട് അതിന്റെ ഫുഡ് എഴുതണം. സ്ക്വിറലിന്റെ ഫുഡ് എന്താണ്? എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെന്താണ്? സീഡ്സ് അല്ലെ? സീഡ്സ് കഴിക്കും, പിന്നെ ഫുഡ് വേസ്റ്റ് കഴിക്കും. ഓക്കെ, ഇപ്പൊ ഫുഡ് കാർഡ് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. ഇനി നമുക്ക് അടുത്തത് ഫോട്ടോസിന്തസിസ്. അതായത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിന് നമ്മൾ എന്താ പറയുക? ഫോട്ടോസിന്തസിസ് എന്നാണ് പറയുക അല്ലേ? അപ്പൊ ഫോട്ടോസിന്തസിസ് നമ്മുടെ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ്. അതിന് വേണ്ട കാര്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മെയിനായിട്ട്. പിന്നെ എന്ത് വേണം? സൺലൈറ്റ് വേണം. അത് സൺലൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഓക്സിജൻ ആണ്. പിന്നെ വാട്ടർ വേണം. ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോസിന്തസിസിന് വേണ്ടത്. അവിടെ ഉണ്ട് അതിനെ പറ്റിയിട്ട്. പ്ലാന്റ്സ് മേക്കിംഗ് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. ഫോർ ദിസ് ദേ യൂസ് എനർജി ഫ്രം സൺലൈറ്റ്. പിന്നെ ക്ലോറോഫിൽ ആണ് ഇതിലെ പിഗ്മെന്റ് ദാറ്റ് ഹെൽപ്സ് ടു പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഫുഡ്.
പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റ് ഏതാന്ന് ചോദിച്ചാൽ ക്ലോറോഫിൽ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക. ഫോട്ടോസിന്തസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബിഹൈൻഡ് ദ ലീഫി ഗ്രീൻ. ഓക്കെ, അപ്പൊ ലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എപ്പോഴും നമ്മൾ എന്ത് കളറാ കാണാം? അധികം നമ്മള് പച്ച കളറാണല്ലേ കാണാം. അപ്പൊ നെയിം ഓഫ് ദ പ്ലാന്റ് സ്പിനാച്ച്. സ്പിനാച്ച് എന്താണ്, നമ്മള് എന്ത് കളറാ കാണാം? റെഡ്. സ്പിനാച്ച് നമ്മള് കാണും തുളസി. തുളസി. ഓക്കെ, പിന്നെ ഗോവ, ഹിബിസ്കസ്, മാംഗോ ട്രീ, അങ്ങനെ ഞങ്ങൾ പലതരത്തിലുള്ള ഇതിന് കാണും. ഓരോന്നിനും ഓരോ ഗ്രീൻ കളറിലുണ്ട്, റെഡ് കളറിലുണ്ട്, യെല്ലോ കളറിലെ ലീഫൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ ഇതിനൊക്കെ കാരണം ഒരു പിഗ്മെന്റ് ആണ്. റെഡിന് ആന്തോസയാനിൻ ആണ് കാരണം, ഓറഞ്ച് കരോട്ടിൻ, യെല്ലോ സാന്തോഫിൽ, ഗ്രീന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്ലോറോഫിൽ ആണെന്ന്. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.